ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, ഈശോയുടെ മക്കളെന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ. ഏപ്രിൽ 12-ാം തീയതി ദൈവ കരുണയുടെ തിരുനാൾ, പുതുഞായറും ഒക്കെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട തോമാസ് ലീഹ ഈശോയിലുള്ള ആ വിശ്വാസം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച ആ ദിവസമാണ്. ഈശോയുടെ തിരുമുറിവുകൾ ഈശോ വീണ്ടും ദർശനീയമാക്കിയ ദിവസമാണ്. ഈശോയുടെ മുറിവുകൾ, ഈശോയുടെ പാർശ്വം മുറിവുകളും ഒക്കെ കണ്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് ലീഹായെ നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവകരുണയുടെ തിരുനാളും കൂടെയാണ് അല്ലേ. ഈശോ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. ഏറ്റവും വലിയ പാപിക്കും വലിയ കാരുണ്യം ലഭിക്കുന്ന ഒരു ദിവസം. നാളത്തെ ദിവസം നിങ്ങൾ മിസ്സാക്കരുത്. പ്രധാനമായിട്ടും വിശുദ്ധ ബലി അർപ്പിക്കണം. സാധിക്കുന്നവർ കുമ്പസാരിച്ച് തന്നെ നാളത്തെ ബലി അർപ്പിക്കണം. ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ടുണ്ട്. നാളെ നിങ്ങൾ ഓർക്കണം, തിരുസഭ നമുക്ക് ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്, കരുണയുടെ ദിവസം. പ്രത്യേകിച്ച് നിങ്ങൾ കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ ബലി അർപ്പിച്ച് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കുള്ള ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ഒക്കെ കിട്ടുന്ന വലിയൊരു അനുഗ്രഹം, ഒരു നിധി പോലെ കിട്ടുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നാളത്തെ ദിവസം മിസ്സാക്കരുത്. ഏപ്രിൽ 12-ാം തീയതി നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കരുണക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കരുണയുടെ നൊവേന ദുഃഖവെള്ളിയാഴ്ച മുതലൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാളെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, ഒരു വലിയ ആത്മീയ ആഘോഷത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് നാളെ കർത്താവിൻ്റെ കരുണ ഏറ്റവും കൂടുതലായിട്ടൊന്ന് അനുഭവിക്കാൻ, അത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. വലിയൊരു അഭിഷേകത്തിൻ്റെ ദിവസമായിട്ട് മാറട്ടെ എന്ന് ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ നിന്ന് ഒരു കുഞ്ഞു കാര്യം, പ്രധാനപ്പെട്ട കരുണക്കൊന്തയെക്കുറിച്ചുള്ള കരുണയിലേക്ക്, ഈശോയുടെ കരുണയിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലേണ്ടതിൻ്റെ ഒരു കാര്യം പ്രത്യേകിച്ചൊന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് നമുക്കൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകാം. നിങ്ങളുടെയൊക്കെ കയ്യിൽ ഫൗസ്റ്റീനാമ്മയുടെ ഈ ഡയറി ഉണ്ടെന്ന് കരുതുന്നു. ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഒരെണ്ണം മേടിക്കണം കേട്ടോ. ഈശോ ഒരു സിസ്റ്ററിനോട്, ഒരു വ്യക്തിയോട് നേരിട്ട് സംസാരിച്ച കാര്യങ്ങളല്ലേ, അത് നമ്മളെ ഒത്തിരി അധികം പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് 1541 നിങ്ങളുടെ കയ്യിൽ ഫൗസ്റ്റീനാമ്മയുടെ ഡയറി ഉണ്ടെങ്കിൽ എടുക്കണം കേട്ടോ. 1541 1541 ഫൗസ്റ്റീനാമ്മയോട് ഇങ്ങനെ പറയുക: കരുണയുടെ ജപമാല ചൊല്ലാൻ വേണ്ടി എല്ലാവരെയും പ്രചോദിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. കരുണയുടെ ജപമാല ചൊല്ലി ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകും. ഇത് ഈശോയുടെ കരുണയുടെ തിരുനാളിൽ നമുക്ക് കിട്ടുന്ന പാപമോചനത്തിൻ്റെ ഒരു ഭാഗമുണ്ട്, അത് പറഞ്ഞല്ലോ. ഒപ്പം തന്നെ ഈ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് തരുമെന്ന് പറയാം. ഒരു വലിയ കാര്യമുണ്ട്, കഠിന പാപികൾ ഇത് ചെല്ലുമ്പോൾ അവരുടെ ആത്മാക്കളെ ഞാൻ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും അവരുടെ മരണസമയം സന്തോഷപ്രദമാവുകയും ചെയ്യും. ഇത് ഈശോയുടെ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഏറ്റവും വലിയ പാപികളായിരിക്കും നമ്മൾ, ഞാനും നിങ്ങളും ഒക്കെ. പക്ഷേ ഈശോയുടെ കരുണയുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങളൊന്നുമല്ല. ഈശോയുടെ കരുണയുടെ മുമ്പിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊന്നുമല്ല. ഈശോയുടെ മുമ്പിലേക്ക് ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി: കർത്താവേ, ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ ഇങ്ങനത്തെ പാപിയാണ്, എനിക്ക് ഇത്രയും കുറവുണ്ട്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും വീണ് പോവാണ്. നിങ്ങൾ ഈശോയുടെ കരുണയിലേക്ക് തിരിച്ചു ചെല്ല്. കർത്താവിൻ്റെ കാരുണ്യത്തിന് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട സ്വരങ്ങളെ, അനുദപിക്കുന്നൊരു ഹൃദയത്തെ ഈശോ കരുണയുടെ കടലിൽ മുക്കിയെടുത്ത് കഴുകിയെടുത്ത് നല്ല മിടുക്കനും മിടുക്കിയാക്കി മാറ്റും. കരുണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ചോ, ആത്മാക്കൾക്ക് ശാന്തി കിട്ടുമെന്ന് പറയുക. ഒപ്പം തന്നെ ഏറ്റവും വലിയ പാപിക്കും ഹൃദയം സമാധാനം കൊണ്ട് നിറയും, മരണസമയം സന്തോഷമായിരിക്കുമെന്ന്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നാളെ മരിക്കില്ല, നാളെ നിങ്ങൾ മരിക്കില്ലായിരിക്കും. പക്ഷേ എന്നാ മരണം വരും, നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു ദിവസം മരണം വരുമ്പോൾ ഏറ്റവും സന്തോഷമായിരിക്കുമെന്ന്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു കരുണക്കൊന്ത പേഴ്സണലി ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. നാളെ കരുണയുടെ തിരുനാൾ ഏറ്റവും അനുഗ്രഹമായിട്ട് ആഘോഷിക്കുക. നാളെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ഈശോയെ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം, ആ പ്രകാശരശ്മികൾ, ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആ വെളിച്ചം ഈശോയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ. തോമാസ് ലീഹ ആ മുറിവിലൂടെ കണ്ട പ്രകാശം, ആ സൈഡ് കുത്തി മുറിവയ്ക്കപ്പെടുമ്പോൾ യോഹന്നാൻ കണ്ട ആ ഒരു അഭിഷേകത്തിൻ്റെ ആ രശ്മികൾ നിങ്ങളിലേക്ക് നിറയട്ടെ, എന്നിലേക്ക് നിറയട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോയുടെ കരുണ നിങ്ങളെ ഈ രാത്രി ശാന്തമാക്കട്ടെ. കർത്താവിൻ്റെ കരുണ നാളത്തെ ബലിയർപ്പണത്തിലൂടെ, നാളെ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളിലേക്ക് നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.